ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് ക്ലിപ്പിംഗ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് കമ്പനിയിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ബെൻസിയുടെ വീട്ടിൽ കൂടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 ഫാമിലീസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പം ആ ഒരു ഇതിൽ കൂടാന്നുള്ള പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭയങ്കര ചൂട്, ഒരു പെപ്സിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ബെൻസിയുടെ വീട്ടിൽ പോയി. നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യുന്ന ടൈം കൊണ്ട് പുള്ളിക്കാരൻ ആദ്യം തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചിക്കനും ബീഫും ഒക്കെ പുള്ളിക്കാരൻ വാഷ് ചെയ്ത് തന്നു. നമ്മുടെ മെനു എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് പെപ്പർ കറി, വെള്ളയപ്പം, പിന്നെ ഒരു ഡ്രിങ്ക് ആയിട്ട് സൗത്തി ഷാമ്പനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഏതൊരു കുക്കിങ്ങിൽ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഉള്ളി കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ ഉള്ളി നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതും കട്ട് ചെയ്തെടുത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബീഫ് പെപ്പർ കറിയാണ്. അപ്പം ആദ്യം അത് ഒരു സൈഡിൽ ആക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പം ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയ പാകിസ്ഥാൻ ബീഫായിരുന്നു. നമുക്ക് ബീഫിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് പാകിസ്ഥാൻ വിത്ത് ബോൺ ബീഫാണ്. പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, വലിയ പീസായിട്ട് അവർ കട്ട് ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ചെറിയ പീസസ് ആക്കി കുക്കറിലോട്ടിട്ട് അതിലേക്ക് തന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒണിയൻ ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി എടുക്കണം. നമ്മൾ കൈ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിനുശേഷം ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. ഓക്കെ, അപ്പം പ്യുവർലി അത് പെപ്പർ പൗഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അടുപ്പത്തോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഒരു മസാല പൗഡേഴ്സ് എല്ലാം കൂടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ തക്കാളി, പച്ചമുളക്, ഗാർലിക്കൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് ഈ വറുത്ത പൊടികളും പിന്നെ ഈ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് നമ്മുടെ ബീഫ് പെപ്പർ കറി ആക്ച്വലി റെഡിയായി. ആൻഡ് ഈസി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കും. അപ്പം വരുന്ന ഫാമിലീസിൻ്റെ കൂടെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ നോക്കുക. അങ്ങനെ ഒരു സൈഡിൽ ബെൻസി പറഞ്ഞു, എൻ്റെ ഒണിയനിലെ കുക്കിംഗ് എന്താ പറയുക, എൻ്റെ സ്കില്ല് നീ ഒന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും, ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നമ്മൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പേസ്റ്റ് ചെയ്തിട്ടു, ആൻഡ് തക്കാളിയൊക്കെ ഇട്ട് നമ്മളീ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ ഇട്ട് ഒരു വിധം നമ്മൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയായി. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ആക്ച്വലി റിലാക്സ് ചെയ്തു. ആ മസാല ഒന്ന് ചിക്കനിലോട്ട് നല്ലപോലെ പിടിക്കിട്ടെന്ന് വെച്ചാൽ ആ ഒരു ടൈം കൊണ്ട് ശില്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സൈഡിൽ ചോറ്, ബിരിയാണിക്കുള്ള ചോറ് വെച്ചു. പിന്നെ നമ്മൾ ഒരുങ്ങിയത് ശില്പയ്ക്ക് കുക്കിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളവളെ ക്യാരറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ ഇതാക്കി, സാലഡിന് വേണ്ടി. പക്ഷേ ഗായ്സ്, സാലഡ് ചീറ്റിപ്പോയി. നമ്മൾ വാങ്ങി വെക്കുമ്പോൾ കുറച്ച് കയ്പ്പ് കൂടുതലായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി ആ മസാലിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ദം ഇടാനുള്ള പ്രിപ്പറേഷനായിരുന്നു. അങ്ങനെ ഈ കുക്കിങ്ങിൻ്റെ സൈഡിൽ അറിയാലോ, ഒരുപാട് പാത്രങ്ങൾ നമുക്ക് പെൻഡിങ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ ശില്പ നല്ലപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് കഴുകി. പിന്നെ ഹസ്ബൻഡ് സൗദി ഷാമ്പയിൻ ഉണ്ടാക്കി. ഇത് ആക്ച്വലി വെരി റിഫ്രഷിങ് ഡ്രിങ്കാണ്. നമ്മൾ ഫ്രൂട്ട്സും മിൻറ്റ് ലീഫൊക്കെ ആപ്പിൾ ജ്യൂസിലിട്ടിട്ട് 7up ലാസ്റ്റ് ഒഴിക്കുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ടാസ്കുകൾ കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരായിട്ട് വന്നു. അങ്ങനെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറയലും ചിരിക്കലും ഇതൊക്കെ തന്നെ ആയിരുന്നു. ആൻഡ് ദെൻ ഓരോന്നായിട്ട് നമ്മൾ വിളമ്പി ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുത്തു. പക്ഷെ എൻ്റെ മോൾ ആസ് യൂഷ്വൽ അവൾ കുറേ ലേറ്റ് ആയിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്. ആൻഡ് അത്യാവശ്യം എല്ലാവർക്കും ഫുഡൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഫോട്ടോ സെഷനും കാര്യങ്ങളായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്തൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.